വ്യൂവേഴ്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അച്ഛൻ്റെയും മക്കളുടെയൊക്കെ അവർ വിളിക്കുന്നൊന്നും മൈൻഡാക്കാതെ ഞാൻ ക്ലാസ്സിലിരിക്കുകയാണ് കേട്ടോ, രാവിലെ തന്നെ. പക്ഷേ സമ്മതിക്കത്തില്ല, പുറകെ കൂടെ വന്ന് ഇതെടുക്കുമ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഇടിയും കൊള്ളിയാനായിട്ട് മഴയാണെങ്കിലും പകൽ അത്യാവശ്യം നല്ല ചൂടാണ് നമ്മുടെ ഇവിടെ മാവേലിക്കരയിൽ. അപ്പോൾ നമുക്ക് തണ്ണിമത്തനുണ്ട്, അപ്പോൾ ഞാനത് കട്ട് ചെയ്യുവാണ്. പകുതി നമ്മൾ നേരത്തെ എടുത്തതായിരുന്നു. ഈ പ്രാവശ്യം കിട്ടിയത് ഇങ്ങനെ വെള്ള കളറ്, വലിയ മധുരമില്ല, അങ്ങനെ ഒരു ഇതാണ്. അപ്പം കുഴപ്പമില്ല, പരവേശത്തിന് നമുക്ക് കഴിക്കാം, ചൂടൊക്കെ ഇല്ലയോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇന്ന് വർക്കില്ല, പുള്ളി കയറി കിടന്നുറങ്ങുവാണ്. അപ്പം ഞാൻ ആ സമയത്ത് പിള്ളേർക്ക് മാത്രമായിട്ട് കൊടുക്കുകയാണ്, അവരിന്ന് കഴിച്ചോളും. നമുക്ക് പണിയാണ് കേട്ടോ, തണ്ണിമത്തൻ പറഞ്ഞാലേ നമുക്ക് പണിയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടന്ന് കഴിക്കും, കുഞ്ഞുങ്ങളല്ലേ, കഴിക്കുമ്പോൾ താഴെ പോവും, പിന്നെ അതവിടെ ഒട്ടിപ്പിടിക്കും, നമ്മൾ തൂത്തെടുക്കണം, തുടച്ചെടുക്കണം, അങ്ങനെ മഹാപണിയാണ്. തണ്ണിമത്തൻ എന്ന് പറയുമ്പോഴേ എനിക്ക് ദേഷ്യമാണ്. അതുപോലെ പപ്സും കൊടുത്തു കഴിഞ്ഞാൽ പേരെ നിറച്ചാക്കും. അപ്പം ബാക്കി പീസ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ്. കാരണം ചേട്ടൻ ഉണർന്ന് കഴിയുമ്പോൾ പുള്ളിക്കൂടെ കൊടുക്കാമല്ലോ. ഇനി അതവിടെ വെച്ചാൽ അമ്മമാരടിച്ചുകൊണ്ട് പോകും, നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് രാവിലെ ചായയൊക്കെ കുടിച്ച കുറച്ച് ഗ്ലാസ്സൊക്കെ കഴുകാനുണ്ട്. അപ്പം ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, പുറകിന് വന്ന് അമ്മ അത് ഇതെന്നും പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കുകയാണ്. അപ്പോൾ നമ്മളെ കൗണ്ടർ ടോപ്പ് എന്നൊക്കെ പറയുമല്ലോ, ബെർത്ത്, സിങ്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ ബെർത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ അതിലും വെച്ചേക്കുന്നതുകൊണ്ട് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പാത്രങ്ങളും കൂടെ നിരത്തിയിട്ടാൽ ഭയങ്കര ബോറായിരിക്കും, എന്തോ ആക്രിക്കട പോലൊക്കെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ അപ്പം ഉള്ളത് കഴുകി വൃത്തിയാക്കി നീറ്റാക്കി അടുക്കി വെക്കുകയാണെങ്കിൽ അടുക്കള നല്ല നീറ്റായിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ ചോറും കറികളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ചേട്ടൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാനല്ല, വറക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് മീൻ വറക്കാനായിട്ട് പോകാം. അപ്പോൾ അയലക്കണ്ണനാണെന്ന് തോന്നുന്നു കേട്ടോ, തൊലി ഇരിക്കുന്ന മീനാണ്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം, അതാണ് പ്ലാൻ. അപ്പോൾ എൻ്റെ കത്രികയാണെങ്കിൽ ഒരു പട്ടി എടുത്തുകൊണ്ട് പോയി. ഞാൻ മീൻ വെട്ടിയിട്ട് അതിൻ്റെ വെള്ളം കളയാൻ പോയ സമയത്ത് മണം അടിച്ചിട്ട് ഒരു പട്ടി വന്നിട്ട് എടുത്തുകൊണ്ട് പോയി. അത് കാരണം എനിക്ക് പിച്ചാത്തി വെച്ചിട്ട് അതിൻ്റെ വാലും ആ രണ്ട് സൈഡിലെയും ചിറക് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുത്തു. നമ്മളൊരു 6 മീൻ നമ്മൾ വലിയവർക്ക് വറക്കാനായിട്ടും ബാക്കി 2 മീൻ കുഞ്ഞു വാവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം എരിവൊരു വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ നമുക്കുള്ള മീനകത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ നല്ല സെറ്റായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. വാവയ്ക്കുള്ളത് ഞാനെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ സാധാ വെളിച്ചെണ്ണയാണ്, മറ്റേ ഒരു ഓയിലും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല. വെളിച്ചെണ്ണ മാത്രമാണ്, ഭയങ്കര വിലയാണ് കേട്ടോ. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീൻ ഞാൻ തിക്കും തിരക്കൊന്നും ഇല്ലാതെ ഒരു 3 മീൻ വെച്ച് വറക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അമ്പാടിയുടെ മീൻ ഇതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്തിട്ടാണ് വറുക്കാനിടുന്നത്. അവനെ ഇറച്ചി മീനും എല്ലാം ഞാൻ ഇതേപോലെയാണ് വറുത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ അവൻ കഴിച്ചോളും, വലിയ എരി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മീൻ അവിടെ കിടന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമ്മൾ മീൻ വെട്ടാനും പുരട്ടാനും ഒക്കെ ആയിട്ട് എടുത്തതും ചതയ്ക്കാനായിട്ട് എടുത്ത സംഭവങ്ങളുമൊക്കെ ഞാൻ കഴുകി നീറ്റായിട്ട് അവിടെ വെക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും പാത്രം കഴുകി വെക്കാൻ വരുമ്പം നേരത്തെ കഴുകി വെച്ചത് തുറന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളതെടുത്ത് അടുക്കി പറക്കി എവിടെ വെക്കേണ്ടത് അവിടെ വെച്ചിട്ട് ഈ സ്ഥലത്തേക്ക് വീണ്ടും ഇപ്പോൾ കഴുകുന്നത് അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ഓർഡറിൽ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വലിയ തലവേദന ഉണ്ടാകത്തില്ല, പിന്നത്തേക്കിന് ഒരുപാട് പണികളും കിടക്കത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാം സെറ്റാക്കി ചെയ്യും. എൻ്റെ ഒരു മോശം സ്വഭാവമാണ് കേട്ടോ ഇത്. കൈ കഴുകിയിട്ട് തുണിയിലേക്ക് വെള്ളം തൂക്കുന്നത്, എന്താണോ അത് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ മീൻ അവിടെ റെഡി ആവുന്നുണ്ട്. എനിക്കങ്ങനെ കാര്യമായിട്ട് കുക്കിംഗ് അറിയാത്തതുകൊണ്ട് പൊട്ടക്കണ്ണൻ്റെ മാവേലറാണ് എൻ്റെ കുക്കിംഗ് എല്ലാം. അപ്പോഴത്തേനും നമ്മുടെ പഴം ഇവിടെ ഇരിപ്പുണ്ട്. ഇനി കയറി ഇറങ്ങി ഇത് കഴിക്കലാണ് മെയിൻ പരിപാടി. നമ്മുടെ ആ അപ്പുറത്തെ പറമ്പിലെ ചേട്ടന്മാർ തന്നാണ് വെറ്റിലക്കകത്ത്. അവരവിടെ ഒരു വാഴ വെട്ടിയപ്പോൾ നമുക്ക് കുറേ തന്നു കേട്ടോ. അതിങ്ങനെ പഴുക്കുന്നു, ഓരോ സെറ്റായിട്ട് പഴുക്കുന്നു. ഇനി പച്ച 2 പടലയും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ചേട്ടൻ ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി ഇറങ്ങി ഇതും കഴിക്കും. ഇളയാളും ഞാനും ചേട്ടനുമേ കഴിക്കത്തുള്ളൂ, സിദ്ധാർത്ഥ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ വീട്ടിലിപ്പോൾ ആരുമില്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അച്ഛൻ പറയുടെ കൂട്ടത്തിൽ പോയി, അമ്മയുടെ വീട്ടിലേക്ക് പോയേക്കുവാണ്. അപ്പോൾ ഇന്ന് ചേട്ടനുമായിട്ട് ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ പുള്ളി ഏതാണ്ട് എന്നോട് വന്ന് ഏതാണ്ടൊക്കെയാണ്. അപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പണിയില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് നല്ല വിശപ്പാണ്. പുള്ളിക്ക് മാത്രമല്ല, എനിക്ക് പിന്നെ എപ്പോഴും വിശപ്പാണ്. പിള്ളേരും അങ്ങനെ തന്നെയാണ്. കയറി ഇറങ്ങി എന്തുണ്ടടി എന്ന് പറഞ്ഞ് പുള്ളിയും വരും, എന്തുണ്ട് അമ്മച്ചിന്ന് ചോദിച്ചിട്ട് പിള്ളേരും വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇന്നൊരു 5-6 തെങ്ങ് ഒരുമിച്ചുള്ള ഒരു ഒറ്റ കൊല കിട്ടി കേട്ടോ, തേങ്ങയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നു.
അപ്പം ഞാൻ പൊതിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട, ഇനി ഇത് പൊതിച്ചിട്ട് അയ്യോ വയ്യെന്നും പറഞ്ഞ് ഇവിടെ ചുരുണ്ടുകൂടി കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പൊതിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജഗ്ഗിലെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അണ്ടാവിൽ നിന്ന് ജഗ്ഗിലേക്ക് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇനി അണ്ടാവ് കഴുകിയിട്ട് കലത്തിലെ വെള്ളം അതിലൊഴിച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് കലത്തിലേക്ക് കലം കഴുകിയിട്ട് പുതിയ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. നമ്മളങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ അമ്മയുടെ ഇതാണ് അങ്ങനെയൊക്കെ വെള്ളം എടുത്താൽ മതി എന്നുള്ളത്. അപ്പം ഞാൻ കുറേ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ചൂടിൻ്റെ ആയിരിക്കും, ഭയങ്കര പരവേശമാണ്, വിശപ്പ് അധികമില്ല. അപ്പോൾ അതേണ്ട മീൻ റെഡിയാവുന്നു. അപ്പനും മക്കളും ഇവിടെ തേങ്ങ പൊതിക്കാനായിട്ട് ഉള്ള കാര്യങ്ങളും പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതേണ്ട തേങ്ങ പൊതിക്കാൻ, ഈ തേങ്ങ പൊതിക്കുന്ന സാധനം ഞാൻ കറാച്ചാലിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ സാധനം ഇല്ല. അപ്പോൾ എനിക്ക് പാടാണ് കേട്ടോ, മറ്റേ വെട്ടുകത്തിയും കൊണ്ട് പൊതിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ രാവിലെ തുണി മുക്കി വെച്ചാണ്, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അലക്കാൻ പറ്റിയില്ല. ഒരു 2 ബക്കറ്റ് ഉണ്ട്. അപ്പം മീനൊക്കെ വറുത്തു. അപ്പം ഇവിടെ മീൻ എന്താണേലും വറുത്ത് കഴിഞ്ഞാൽ സവോള വേണം കേട്ടോ. ഈ സവോള ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് കൊടുത്തില്ലെങ്കിൽ അപ്പനും മക്കളും എന്നെ കൊല്ലാൻ വരും. അവർക്ക് എനിക്കറിയില്ല, മീൻ വറുത്തോ അപ്പോൾ സവോള വേണം, അങ്ങനെ സവോളയും കൂട്ടി ഇവർ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചു. നമുക്ക് ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ അവിടെ തൊടാൻ പറ്റത്തില്ല കേട്ടോ. ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചൂടാണ്, കുറേ സമയം എടുക്കും അതിൻ്റെ ചൂട് മാറാനായിട്ട്. അപ്പോൾ രാവിലെ ചോറ് വെച്ചപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ചൂടാണ് ആ തൈലയിൽ. കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കയറി ഇറങ്ങി ഉപ്പിട്ട് കുടിക്കണം. എന്താണ്, ഞാനും അമ്പാടി അങ്ങനെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കും. അപ്പോൾ നമ്മുടെ ഈ ആദ്യം എടുത്ത് വെച്ച പടലയിലെ പഴമൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്, ഇനി ബാക്കി എടുത്ത് കഴിക്കണം. അപ്പോൾ ഇതുകൊണ്ട് അവർ അച്ഛനും മക്കളും കൂടെ തേങ്ങയെല്ലാം കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് ഇട്ടു. മൊത്തം പൊടിയായി. ഇനി ഞാൻ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഇനി അത് പറക്കി വെക്കണം. അമ്മ വരുന്നതിന് മുന്നേ ചെയ്തില്ലെങ്കിൽ അമ്മ വന്ന് കിടക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം. അമ്മയ്ക്ക് ഇങ്ങനെ പൊടിയായിട്ടും അഴുക്കായിട്ട് കിടക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് പിള്ളേരൊക്കെ ഉള്ളപ്പോൾ അത്ര പ്രോപ്പറായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം കുഞ്ഞു പിള്ളേരുള്ള നേരത്തും എന്തെങ്കിലും മണ്ണൊക്കെ കൊണ്ടിടും. അപ്പം ഭയങ്കര വൃത്തിയുള്ളവരുടെ കൂട്ടത്തിലൊന്നും പിള്ളേരെ ഒന്നും നിർത്താൻ പറ്റത്തില്ല, അത് വലിയ വിഷയമാവും. അപ്പോൾ അതിൻ്റെ കൊട്ടയ്ക്കകത്തേക്ക് നമ്മൾ അമ്പാടി ഫുൾ തേങ്ങയും പറക്കി വെച്ച് അമ്മയെ സഹായിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വാഴയിലയിൽ ചോറും പൊതി കഴിക്കുവാണ്. ചേട്ടൻ ഇന്ന് രാവിലെ വർക്ക് ഉണ്ടായിരുന്നു. പോകാനായിട്ട് പൊതിയൊക്കെ ആയിട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഒരാൾ മരിച്ചു, അതുകൊണ്ട് വർക്ക് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ച് വന്നതാണ്. അപ്പോൾ പുള്ളി ആ ഫുഡ് തന്നെ കഴിച്ചു. അപ്പം മക്കളും കഴിച്ചു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇനി എനിക്ക് വേറെ പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് പുള്ളിക്കാരൻ കഴിച്ച അതേ ഇലയിലേക്ക് തന്നെ ഞാൻ ഒരു തവി ചോറിട്ട് പുള്ളി കഴിച്ച സെയിം ചമ്മന്തിയുടെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ കൂട്ടി ഞാനും കഴിച്ചു. ഞാനങ്ങനെ ഭർത്താവ് കഴിക്കുന്ന പാത്രത്തിൽ അങ്ങനെ സ്നേഹപൂർവ്വം അങ്ങനെ അങ്ങനെ കഴിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. എനിക്ക് വയ്യ, ഇനി ഒരു പ്ലേറ്റും കൂടി എടുത്തിട്ടത് കഴുകാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അതിലൊന്നും കഴിച്ചതാണ്. ഞങ്ങളങ്ങനെ ഷെയർ ചെയ്ത് ഒരു പാത്രത്തിലൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഫുഡ് അടിച്ച് കഴിഞ്ഞ് ഒന്ന് എവിടെയെങ്കിലും ഇരിക്കണം കിടക്കണം എന്ന് വിചാരിക്കാത്ത അമ്മമാരില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പോയി ഒന്നിരിക്കാലോ എന്ന് വിചാരിച്ചപ്പോഴത്തേന് അച്ഛനും മക്കളും എല്ലാം കൂടെ മാഗി മാഗി എന്നും പറഞ്ഞു വന്നു. എനിക്ക് വന്ന ദേഷ്യം, ഇതുങ്ങൾ എന്നെ ഒരു സ്ഥലത്തിരുത്തൂല കേട്ടോ. അയ്യോ, അപ്പോൾ ഇനി ഇതുണ്ടാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ. സത്യമായിട്ട് ഞാൻ മടുത്തു കേട്ടോ. എൻ്റെ എനർജിയൊക്കെ അത്യാവശ്യം തീരാറായി. ഇനി ബാറ്ററി ഓഫ് ആവുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഇച്ചിരി നേരം ഇരിക്കണം. അപ്പം ഞാൻ 2 മാഗി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു. അതിലേക്ക് പൊടിയിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ സംഭവം ഇടും. അതെല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ ഇത് വെള്ളം തിളച്ച് ഇത് മാഗി ഇട്ട് കഴിഞ്ഞായിരുന്നു മസാല ഇടുന്നത്. പക്ഷേ ഇപ്പം ഇച്ചാപ്പി പറയും നേരത്തെ പൊടിയിടാൻ പറഞ്ഞിട്ട്, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീണ്ട് നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാൻ കറങ്ങുന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. പിന്നെ മോനിവിടെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ സൗണ്ടിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഒച്ചത്തിൽ സംസാരിക്കാനോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത്. സമയവും ഇല്ല എല്ലാ ഇതും കൊണ്ടൊക്കെ. അപ്പം സഹകരിക്കുക, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മാഗി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും ഈ പരിപാടി ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നത്. എൻ്റെ കയ്യിൽ അവനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ശരിയാക്കിയാൽ അവനെ ഓടി രക്ഷപ്പെട്ടു നമ്മുടെ അമ്പാടി. നമുക്ക് ഷൂവും ചെരുപ്പൊന്നും വെക്കാനായിട്ട് ഷൂ റാക്ക് അങ്ങനത്തെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ വേറെ ഒരു സ്ഥലവും ഇല്ല വെക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു കവറിൽ ബിഗ് ഷോപ്പറിലാക്കി മേശയുടെ കീഴിലാണ് വെക്കുന്നത്. ഇനി എന്തൊരു സംഭവങ്ങൾ മേടിക്കണം ഇത് സെറ്റ് ചെയ്തൊക്കെ. അവൻ വന്ന് അത് മുഴുവൻ കുടഞ്ഞിട്ടിട്ട് പോയി. എന്നിട്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. ഞാൻ കുത്തിയിരുന്ന് ഓരോന്നായിട്ട് അടുക്കുകയാണ്. എല്ലാവർക്കും 2 ജോഡി വീതം ചെരുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അടുക്കി വെക്കാൻ ഒരിതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ വെക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ഈ ചെരുപ്പൊക്കെ അടുക്കി വെക്കുന്ന സംഭവം ഉണ്ടല്ലോ.
അപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമ്പാടി കയറിക്കിടന്ന് ഉറങ്ങി കേട്ടോ. എനിക്ക് നല്ല പോലെ ഉറക്കം വരുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ അസൈൻമെൻറ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുത്തിയിരുന്ന് അസൈൻമെൻറ്റ് എഴുതിയത് കൊണ്ട് എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. രാവിലെ എണീക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ ബാറ്ററി തീർന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും ആ സൈഡിൽ നിന്ന് കാപ്പി, ഈ സൈഡിൽ നിന്ന് ചായ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടായി കേട്ടോ. ഞാൻ പറഞ്ഞ് അപ്പനെയും മക്കളെയും കളഞ്ഞു വെച്ചിട്ട് ഒരാഴ്ച ഞാൻ എവിടെയെങ്കിലും പോകും, സമാധാനമായിട്ട് ഒരാഴ്ച എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. എനിക്ക് വയ്യ, മടുത്ത് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനോട്ടെ തന്നെ. അപ്പോൾ പിന്നെ ഇനി നമ്മുടെ കടമയാണല്ലോ, ഉത്തരവാദിത്തമാണല്ലോ, നിറവേറ്റാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുവാണ്. ഇച്ചിരി വലുതായി കഴിയുമ്പോൾ തന്നെ വേണമെങ്കിൽ ചായയും കാപ്പിയിട്ട് കുടിച്ചോണമെന്ന് ഞാൻ പറയും. ഇപ്പോഴത്തെ ഹിച്ചാപ്പി പറയും അമ്മ എന്നെക്കൊണ്ട് അത് ചെയ്യിക്കുന്നു ഇത് ചെയ്യിക്കുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് ചെയ്താലെന്താ, അവനെക്കൊണ്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയും കാപ്പിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ചേട്ടന് ഡ്യൂട്ടി ഉണ്ട്. ഇനി പുള്ളി പോകുന്നിടം വരെ നമുക്ക് പുള്ളിക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ പുറകെ ഉള്ള ഓട്ടം. അപ്പോൾ ഇന്നത്തെ എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ള പരിപാടി തീർന്ന്. അപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് ഇനി മിറ്റം ഞാൻ തന്നെ തൂക്കണം കേട്ടോ. അപ്പോൾ അമ്മയുണ്ടെങ്കിൽ അമ്മയാണ് ഇതിൻ്റെയും പേരെയും മിറ്റമൊക്കെ തൂക്കുന്നതായിട്ട്. അപ്പോൾ നമ്മൾ എല്ലായിടവും മുൻവശവും സൈഡ് രണ്ടും ബാക്കും എല്ലാം തൂത്തു. അപ്പോൾ ഞാൻ 5 മണിയൊക്കെ ആകാറായപ്പോഴാണ് തുണി കഴുകിയിട്ടത്. അപ്പോൾ ഇന്ന് ഇത്രയും തുണിയുണ്ട് കേട്ടോ. ജിമ്മിന് കൊണ്ടുവന്നതും അല്ലാത്ത 2 ജീൻസും അങ്ങനെ പുള്ളിയുടെ വർക്കിംഗ് ഡ്രസ്സ് പിള്ളേരുടേത് എല്ലാം കഴുകി എല്ലാം വിരിച്ചു. അപ്പോൾ ഇനി നാളത്തേക്കിനെ ഇത് ഉണങ്ങത്തുള്ളൂ. എല്ലാം തൂത്ത് വൃത്തിയാക്കി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര വിശപ്പാണ്. കയറി ഇറങ്ങി ഇച്ചിരി വെച്ചിട്ട് കുറേ പ്രാവശ്യമായിട്ട് കഴിയും കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇതുപോലെ പാത്രങ്ങൾ കഴുകാനായിട്ട് നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ കയ്യോടെ സന്ധ്യയ്ക്ക് കഴുകിയൊക്കെ വെക്കുവാണ്. സന്ധ്യ സമയത്ത് എല്ലാം കൂടെ ഇങ്ങനെ ഉളുമ്പിച്ച് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കഴുകി വെച്ചു. അപ്പം ഞാൻ രാവിലെ കുളിച്ചതാണ്. ഇപ്പം ആകെ വേർത്തൊരു നാശകോശമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ കുളിക്കുന്നില്ല, വൈകിട്ടേ കുളിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വിളക്ക് കത്തിക്കുന്നില്ല കേട്ടോ. കാരണം അച്ഛനും അമ്മയും ഇല്ല, ചേട്ടനും ഇല്ല. എനിക്കിപ്പം നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ ആ ഭാഗത്തേക്കേ പോകാറില്ല. അപ്പോൾ ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇപ്പം മെയിൽ കഴിയണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും നമ്മൾ പുസാണ്ടൻ അമ്മയെ അന്വേഷിച്ച് വന്നു. അപ്പോൾ അമ്മയില്ലാത്ത വിഷമം അറിയിക്കാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ അവന് മീൻ പുരട്ടി ചോറ് കൊടുത്തു. അപ്പോൾ ഏതായാലും നമ്മുടെ കുണു അവിടെ ഇല്ലായിരുന്നുകൊണ്ട് അവന് വയറ് നിറച്ച് കഴിക്കാൻ പറ്റി. കുണു ഉണ്ടെങ്കിൽ അവന് കൊടുക്കത്തേയില്ല. ഇവനെ ഇടിച്ച് മാറ്റിയിട്ട് അവൾ പാത്രത്തിൽ കയറിയിരുന്ന് ഫുഡ് കഴിക്കും. ഇവനൊരു മൊണ്ണ പൂച്ചയാണ്, പേടിച്ച് മാറിയിരിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോഴത്തേനും എൻ്റെ ഞാൻ ആകെ വല്ലാതായി കേട്ടോ. എൻ്റെ ഒന്നാമത് പനിയുടെ ചെറിയ ഇതും കൂടെ ഉള്ളതുകൊണ്ട് ശ്വാസം മുട്ടലുണ്ട് കേട്ടോ. കഫക്കെട്ടൊക്കെയാണെന്ന് തോന്നുന്നു. വല്ലാത്ത ഉറുത്തി തൊണ്ട ഇങ്ങനെ കുത്തിയുള്ള ചുമയൊക്കെയാണ്. അപ്പോൾ ബാക്കി വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഞാൻ മുറിയിലേക്ക് വന്നേക്കുവാണ്. മുറി ഞാനൊന്ന് തൂത്തതാണ്. അപ്പോൾ നമ്മുടെ റൂം ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പൊട്ടത്തരം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് പെരയ്ക്കകത്ത് സ്ഥലമില്ലാതായി. അപ്പം എൻ്റെ ആ ചേഞ്ച് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് കൊള്ളൂലെന്ന്. പക്ഷേ എനിക്കൊരു ഹാപ്പിനെസ് തന്നു. കാരണം 6 വർഷമായിട്ട് നമ്മുടെ കട്ടിലും മേശയും എല്ലാം ഒരേ പൊസിഷനിൽ കിടക്കുന്നു. അപ്പം നമുക്കൊരു മനസ്സ് മടുക്കുമല്ലോ. മാറ്റിയിട്ടപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി, ഒരു ഗുമ്മുണ്ടായിരുന്നു. നമ്മൾ രാവിലെ എനിക്ക് അവിടെ നിന്ന് പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്കത് നല്ലതാണല്ലോ. പക്ഷേ ആ ചേഞ്ച് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വെറുതെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം തിരിച്ച് വീണ്ടും ഇടുകയാണ്. ഈ നടുവയ്യാത്ത ഞാനാണ് ഈ വലിയ ബെഞ്ചും കട്ടിലും എല്ലാം ഈ ഡെസ്ക്കെല്ലാം പിടിച്ച് നീക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഇടപാട് വന്നു. പിള്ളേരെ സഹായിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാത്തിനും ഞാൻ തിണ്ണയ്ക്ക് കൊണ്ടുവരുത്തി TV വെച്ച് കൊടുത്തു. അപ്പോൾ ചേട്ടൻ എന്നെ വഴക്ക് പറയും, ഈ വെയിറ്റുള്ള സാധനങ്ങൾ ഞാൻ എടുക്കുന്നത് എന്നോട് ജസ്റ്റ് ഒന്ന് കുനിയുക പോലും ചെയ്യരുത്, കുഞ്ഞിനെ പോലും എടുക്കല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഡിസ്കിന് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാനതൊന്നും വക വെക്കാറില്ല കേട്ടോ. ഞാൻ നല്ല പട്ടിപ്പണിയല്ല കഴുത പണി എടുക്കും കേട്ടോ. അങ്ങനെയാണ്. എപ്പോഴാണ് ഇതിൻ്റെ പണി കിട്ടുന്നത് എനിക്കറിയില്ല. കുറച്ചുകൂടെ ആകുമ്പോഴായിരിക്കും പിന്നെ നടുവേദന കാരണം രക്ഷയില്ലാത്ത. ഇപ്പം തന്നെ എനിക്ക് ഇടയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്പാടി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്നേന്ന് തൊട്ട് അടുക്കണം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയെല്ലാം പഴയപടി ഓരോരോ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തൂക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചേട്ടനെ രാവിലെ സർപ്രൈസ് ആക്കാം. പുള്ളിക്ക് അത്യാവശ്യം റൂമിൽ നല്ല സ്പേസ് വേണം കേട്ടോ. പുള്ളിക്ക് ഇങ്ങനെ തിങ്ങി ഒന്നിരിക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ ഇടുമ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ നിലത്ത് പാവിച്ച് കിടക്കാൻ പറ്റും. ഞാൻ മാറ്റിയ പോലെ ഇടുമ്പോഴത്തേനും അവർക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാം അട്ടിക്ക് പിറക്കി എല്ലാം സെറ്റാക്കി തൂത്തൊക്കെ വെച്ചു. അപ്പോൾ നമ്മുടെ റൂമിലെ പെയിൻറ്റും കുറേ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് മൊത്തത്തിൽ വീട് പെയിൻ്റ് അടിക്കുമ്പോൾ എല്ലാം സെറ്റാക്കാം. അപ്പോൾ ഇപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഞാൻ പോയിട്ട് മേല് കഴുകി തല കഴുകിയില്ല കേട്ടോ.
ഈ പനിക്കോളും ഉള്ളപ്പം നമ്മൾ രാവിലെ കുളിച്ചതാണ്. ഇനി വൈകിട്ടൂടെ തല കഴുകി. ഇപ്പോൾ രാത്രി ഒരു 7-7:30 8 ആയിട്ടുണ്ട്. അപ്പം ഇനി പനിയായി ഞാൻ വീണ് പോയ എൻ്റെ കുടുംബം തീർന്നു. ഞാൻ വീക്കാണോ 3 തീർന്നു. 3ൻ്റെയും ചാർജ് തീരും. അതുകൊണ്ട് ഞാൻ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് വേണ്ടി ഈ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇതിലേതോ ഒന്നിൽ നിന്നാണ് മേടിച്ചത്. 420 രൂപയായിരുന്നു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല തുണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴാണ് എൻ്റെ കുണു എവിടെയോ കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നു. അവന്മാരടുത്തില്ലാത്തതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അവന്മാരുണ്ടെങ്കിൽ എടുക്കത്തില്ല. അവന്മാരെ പേടിയാണ്, പ്രത്യേകിച്ച് അമ്പാടീനെ. അവൻ പിടിച്ച് കുത്തും കേട്ടോ ഇവളെ. അപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ കുണുവിന്. എവിടെ പോയാലും എൻ്റെ പുറകെ വരും കേട്ടോ. ഏത് പൊന്തക്കാട്ടിൽ നിന്നാലും കുണൂന്നൊരു വിളി വിളിച്ചാൽ മതി, പറന്ന് വരും. അപ്പോൾ പൂച്ച ഇഷ്ടമില്ലാത്തവരുണ്ടാവാം. പക്ഷേ ഞാൻ ഇടയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ. കാരണം നമ്മൾ കുളിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് വെക്കുന്നതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ നാളത്തേക്കിന് കുറച്ച് തോരന് വൻപയറും രാവിലത്തെ കറിക്ക് വേണ്ടിയിട്ട് കടലയും വെള്ളത്തിടുവാണ്. രണ്ടും ശകലിച്ച് വെച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് ഇതൊക്കെ തീർന്നില്ല. നമ്മൾ പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ ഇനി പോകണം. നമ്മൾ മാസത്തിലൊക്കെയാണ് മേടിക്കുന്നത് കേട്ടോ. പാല്, പഞ്ചസാര, കാപ്പിപ്പൊടിയൊക്കെയാണ്, സോപ്പ് പൊടിയൊക്കെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് വെച്ചാണ്. കാരണം അച്ഛൻ പറയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 12:30-1 മണിയൊക്കെ ആകുമ്പോൾ രാത്രി വരുമ്പോൾ. അപ്പോൾ ഞാൻ അച്ഛന് വിശന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് 3 തവി ചോറും ഇച്ചിരി മീൻകറിയൊക്കെ എടുത്ത് അവിടെ ഭദ്രമായിട്ട് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ബാക്കി വന്ന ചോറെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റുകയാണ്. അപ്പോൾ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇനി നാളെ രാവിലെ അടുത്ത ദിവസം തുടങ്ങണം. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് നോട്ടീസ് ചെയ്ത് വെച്ചേക്കാണ് എന്തൊക്കെ ഇപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇനി പഠിക്കാനുണ്ട്, എക്സാം വരുവാണ്. ഇനി അമ്മമാരുടെ കൂടെ കുറച്ച് സമയം ഇരുന്നില്ല, കളിച്ചില്ല, പടം വരച്ചില്ല, അതൊരു പരാതിയാണ്. ഇനി അതൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കമൻറ്റ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ സൗണ്ടിന് വലിയ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. കാരണം അറിയാമല്ലോ പിള്ളേരും ഈ ഫാനിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.